എ+ വിഷൻ ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് Super Absorbent Hobbies Diapers. Skywave Water and Amusement Park, കക്കാടംപൊയിൽ, വളംതോട്, മലപ്പുറം. ശോഭിക വെഡിങ്സ്, കോഴിക്കോട്, കാഞ്ഞങ്ങാട്, കൊയിലാണ്ടി, കുറ്റിയാടി, നിലമ്പൂർ. കോഴിക്കോട് കക്കാടംപൊയിലുള്ള ഏദൻ ഗാർഡൻ. ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം, പാലേമാട്, എടക്കര. വന്യമൃഗശല്യത്തിനെതിരെ കേരള കോൺഗ്രസ് എം മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നിലമ്പൂർ വനം ഡിവിഷൻ ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. കേരള കോൺഗ്രസ് എം സംസ്ഥാന ജനറൽ സെക്രട്ടറി KJ ദേവസ്യ ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര വന നിയമ ഭേദഗതി ചെയ്യുക, വന്യജീവി ആക്രമണത്തിനും കൃഷി നശിപ്പിക്കുന്നതിനും ശാശ്വത പരിഹാരം കാണുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു മാർച്ച്. വനിതകൾ ഉൾപ്പെടെ നൂറുകണക്കിന് പ്രവർത്തകർ മാർച്ചിൽ പങ്കെടുത്തു. മാർച്ച് ഓഫീസിന് മുന്നിൽ പോലീസ് തടഞ്ഞു. തുടർന്ന് കേരള കോൺഗ്രസ് എം സംസ്ഥാന ജനറൽ സെക്രട്ടറി KJ ദേവസ്യ ഉദ്ഘാടനം ചെയ്തു. വന്യമൃഗങ്ങളുടെ ശല്യം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ കാരണം എന്താണ്? വന്യമൃഗങ്ങളെ നമ്മളെല്ലാവരും സംരക്ഷിക്കുന്നു. നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യം പ്രാപിക്കുമ്പോൾ ഉണ്ടായിരുന്ന ജനസംഖ്യയാണോ ഇന്നുള്ളത്? 147 കോടി ജനങ്ങൾ ഇന്ന് ഇന്ത്യ മഹാരാജ്യത്തുണ്ട്. സ്വാതന്ത്ര്യം പ്രാപിക്കുമ്പോൾ എത്ര ജനങ്ങളുണ്ടായിരുന്നു? കൃത്യമായ കണക്കിലേക്ക് ഞാൻ പോകുന്നില്ല. അതുപോലെ തന്നെയാണ് വന്യമൃഗങ്ങളെ നമ്മുടെ രാജ്യം സംരക്ഷിക്കുമ്പോൾ ആ വന്യമൃഗങ്ങളുടെ എണ്ണം പെരുകും എന്ന് മാത്രമല്ല, ക്രമാതീതമായി വർദ്ധിക്കും. ക്രമാതീതമായി വർദ്ധിക്കുമ്പോൾ സ്വാഭാവികമായും അവരുടെ വീട് എന്ന് പറയുന്നത് കാടാണ്. ആ വനത്തിലാണ് അവർ താമസിക്കേണ്ടത്. ആ വനത്തിൽ താമസിക്കുന്നതിന് അവരുടേതായിട്ടുള്ള രീതികളും വ്യവസ്ഥകളുമുണ്ട്. ആ നിലയിലുള്ള രീതികളിലും വ്യവസ്ഥകളിലും അവർക്കിന്ന് ജീവിക്കുവാൻ കഴിയുന്നില്ല. എന്തുകൊണ്ടാണ്? നമ്മുടെ രാജ്യത്തെ മൊത്തം വനവിസ്തൃതി എന്ന് പറയുന്നത് വർദ്ധിക്കുന്നില്ല, മറിച്ച് അതങ്ങനെ തന്നെ നിലനിൽക്കുകയാണ്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി കേരളത്തിലെ വനവിസ്തൃതി ദേശീയ വനവിസ്തൃതിയേക്കാൾ വളരെയധികം കൂടുതലാണ്. അപ്പോൾ കേരളത്തെ ഒരു പ്രത്യേക സംസ്ഥാനമായി എടുത്ത് ഈ പ്രശ്നം കൈകാര്യം ചെയ്യേണ്ടതുണ്ട്. വനം വകുപ്പിൽ ഉദ്യോഗസ്ഥ ഭരണമാണ് നടക്കുന്നതെന്നും വനപാലകർക്ക് കൂടുതൽ അധികാരങ്ങൾ നൽകുന്ന ഒരു നിയമവും നടപ്പാക്കാൻ പാർട്ടി അനുവദിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു. കേരള കോൺഗ്രസ് എം ജില്ലാ പ്രസിഡന്റ് PM ജോണി അധ്യക്ഷത വഹിച്ചു. ജില്ലാ വൈസ് പ്രസിഡന്റ് സ്കറിയ കിനാന്തോപ്പിൽ, നിയോജക മണ്ഡലം പ്രസിഡന്റ് MA തോമസ്, സംസ്ഥാന കമ്മിറ്റി അംഗം KK നാസർ ഖാൻ, ജില്ലാ സെക്രട്ടറി ജെയ്സൺ എന്നിവർ സംസാരിച്ചു. ജോർജ് തോമസ്, മേഴ്സി ജെയിംസ്, അനിജ സെബാസ്റ്റ്യൻ, എഡ്വിൻ തോമസ്, ലിജോ, സണ്ണി കടക്കയം തുടങ്ങിയവർ മാർച്ചിന് നേതൃത്വം നൽകി. എ+ വിഷൻ നിലമ്പൂർ. നിലമ്പൂർ ചെട്ടിയങ്ങാടി മാരിയമ്മൻ കോവിൽ ദേവീക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനവും ഉത്സവവും ഫെബ്രുവരി 5 മുതൽ 9 വരെ. ഫെബ്രുവരി 5-ാം തീയതി ബുധനാഴ്ച വൈകുന്നേരം 6:30 ഉത്സവ കൊടിയേറ്റ്. തുടർന്ന് ലക്ഷ്മി നാരായണ വാദ്യകലാകേന്ദ്രം വിദ്യാർത്ഥികൾ ഒരുക്കുന്ന പഞ്ചാരിമേളം. 7 മണി മുതൽ നൂപുര കലാക്ഷേത്ര അവതരിപ്പിക്കുന്ന നൃത്തനൃത്യങ്ങൾ. സംവിധാനം ഗിരീഷ് നടുവത്ത്. ഫെബ്രുവരി 6-ാം തീയതി രാവിലെ 8 മണിക്ക് മാതൃസമിതി ഒരുക്കുന്ന സർവൈശ്വര്യ പൂജ. വൈകുന്നേരം 6:30 കോവിലകത്തുമുറി ധ്വനി ടീമിന്റെ തിരുവാതിരക്കളി. 7 മണിക്ക് പോരൂർ ഉണ്ണികൃഷ്ണനും അത്താലൂർ ശിവദാസനും സംഘവും അവതരിപ്പിക്കുന്ന ഡബിൾ തായമ്പക. ഫെബ്രുവരി 7-ാം തീയതി ദീപാരാധനയ്ക്ക് ശേഷം സർപ്പബലി. തുടർന്ന് സംഗീത നാട്യഭവൻ ഒരുക്കുന്ന നൃത്തനൃത്യങ്ങൾ. ഫെബ്രുവരി 8-ാം തീയതി ശനിയാഴ്ച ഉച്ചയ്ക്ക് 11 മണിക്ക് പ്രസാദ ഊട്ട്. സുധാ ബാലകൃഷ്ണൻ അവതരിപ്പിക്കുന്ന മോഹിനിയാട്ടം. നിലമ്പൂർ സുരേഷും സംഘവും ഒരുക്കുന്ന ഭക്തിഗാന സുധ. തുടർന്ന് കുംഭാട്ടം, കാവടിയാട്ടം. അവതരണം വിനോദ് കുമാർ ആൻഡ് പാർട്ടി. വൈകുന്നേരം 4 മണിക്ക് പഞ്ചവാദ്യത്തോടും കുംഭാട്ടം, കാവടിയാട്ടം, പൂക്കാവടി എന്നിവയുടെ അകമ്പടിയോടും കൂടിയുള്ള ഗജവീരന്റെ നഗരപ്രദക്ഷിണം. പഞ്ചവാദ്യം നയിക്കുന്നത് അങ്ങാടിപ്പുറം ദേവൻ, നന്ദകുമാർ കോങ്ങാട് ആൻഡ് പാർട്ടി. രാത്രി 9 മണിക്ക് കോട്ടയ്ക്കൽ ബാലനാരായണനും സംഘവും ഒരുക്കുന്ന കഥകളി, കുചേലവൃത്തം. ചെട്ടിയങ്ങാടി മാരിയമ്മൻ കോവിൽ ദേവീക്ഷേത്രത്തിലെ ഉത്സവത്തിലേക്ക് ഏവരെയും സഹർഷം സ്വാഗതം ചെയ്യുന്നു.